പ്രിയപ്പെട്ടവരെ, ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ, യുദ്ധം ഇപ്പോൾ കാര്യങ്ങളെയെല്ലാം എതിർ ദിശയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് മുമ്പായി ഇറാനിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു, ഭരണകൂടത്തിനെതിരെയുള്ള റാലികൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനിലും റാലികൾ നടക്കുന്നു, അമേരിക്കയിലും റാലികൾ നടക്കുന്നു. പക്ഷെ ഇറാനിൽ നടക്കുന്ന റാലി ഭരണകൂടത്തിന് അനുകൂലമാണ്. ഇസ്രയേലിനെയും അമേരിക്കയും പരാജയപ്പെടുത്തുന്നതുവരെ യുദ്ധം തുടരൂ, ഇസ്രയേലിനെ വെറുതെ വിടരുത് എന്നതാണ് ഇറാനിലുള്ള റാലികളുടെ പ്രത്യേകത. നോക്കൂ നിങ്ങൾ, ഇത് അമേരിക്കയിലുള്ള പ്രതിഷേധങ്ങളാണ്. ഈ പ്രതിഷേധങ്ങളിൽ നിങ്ങൾക്ക് കാണാം, ഫിലാദൽഫിയ, വാഷിംഗ്ടൺ, ചിക്കാഗോ, ന്യൂയോർക്ക്, ബോസ്റ്റൺ തുടങ്ങിയ നഗരങ്ങളെല്ലാം ഇപ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കീഴടക്കിയിരിക്കുകയാണ്. ട്രംപ് രാജഭരണം അവസാനിപ്പിക്കുക, അനാവശ്യ യുദ്ധം നിർത്തുക, അതുപോലെ ഗ്യാസിന്റെ വില നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അതേസമയത്ത് ഇത് അമേരിക്കയിൽ മാത്രമല്ല, നിങ്ങൾക്ക് കാണാം അമേരിക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അതേസമയത്ത് ഇസ്രായേലിനകത്തും ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഭരണകൂടത്തിനെതിരെ വലിയ രൂപത്തിലുള്ള ഭീഷണി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിനെതിരെ ഭീഷണി മുഴക്കുന്നു. ഉടനെ യുദ്ധം നിർത്താൻ വേണ്ടി പ്രതിഷേധക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലും അമേരിക്കയിലും ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ ദുസ്സഹമായ സാഹചര്യത്തിൽ അവർ ഭരണകൂടങ്ങൾക്കെതിരെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരെ ഇപ്പോൾ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർത്തുപോവുകയാണ്. ഇറാനിലുള്ള പ്രതിഷേധക്കാരോട് ഇതാ നിങ്ങൾക്ക് വേണ്ട സഹായം എത്തുന്നു എന്നായിരുന്നു. നിങ്ങൾക്ക് വേണ്ട സഹായം ഉടനെ വരുന്നു, യുദ്ധം തുടങ്ങിയതിനു ശേഷം നിങ്ങൾക്കുള്ള സഹായം ഇതാ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇറാനിൽ ഈ സഹായം സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അതേസമയത്ത് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും യുദ്ധം ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ ഇറാനിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇറാനിലുണ്ടായിരുന്ന പ്രതിഷേധക്കാർ ആരായിരുന്നു എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. മൊസാദിന്റെയും CIA-യുടെയും ചാര ശൃംഖലകളായിരുന്നു ഇറാനിൽ ഭരണകൂടത്തെ വേട്ടയാടിയിരുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമാണ്. ആ സമയത്ത് ഇറാൻ എടുത്ത നിലപാട് ശരിയായിരുന്നു. രാഷ്ട്രത്തിന്റെ പുറത്തു നിന്നുള്ള ആളുകളുടെ കടന്നുകയറ്റമായിരുന്നു. അത് രാഷ്ട്രത്തിന്റെ അകത്തുള്ള ആളുകളുടെ പ്രതിഷേധമോ തീരുമാനങ്ങളോ ആയിരുന്നില്ല. അത് സയനിസ്റ്റ് ലോബിയുടെ നിഗൂഢമായ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തെ ആ രീതിയിലാണ് ഇറാൻ കൈകാര്യം ചെയ്തത് എങ്കിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്.